അടൂർ പ്രകാശിന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയിയുടെ മറുപടി. ജാതി കാർഡ് വിലപ്പോകില്ലെന്ന് വി ജോയി. ആർക്കാണ് ജാതിയാണ് അറിയാത്തത്? ജാതി പറയുന്നത് അടൂർ പ്രകാശിന് തിരിച്ചടിയാകും. അടൂർ പ്രകാശ് മുൻകൂർ ജാമ്യം എടുക്കുന്നു. ആദ്യം 1.5 ലക്ഷം കള്ളവോട്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ പൊളിഞ്ഞെന്നും വി ജോയ് ന്യൂസ് 18നോട് പറഞ്ഞു. ആറ്റിങ്ങലിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി ജോയാണ് നമുക്കിപ്പം ചേരുന്നത്. തെരഞ്ഞെടുപ്പ് മണ്ഡലം കൺവെൻഷൻ കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഈ ഘട്ടത്തിൽ ഒരു വിജയ പ്രതീക്ഷ? എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു? സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ നന്നായിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തുകയാണ്. ഇപ്പോൾ ഒരു 2 റൗണ്ട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ പൂർത്തീകരിച്ചു. വ്യക്തികളെ കണ്ടു, കവലകളിലേക്ക് പോയി ആളുകളെ കണ്ടു, അതെല്ലാം നടത്തി. അപ്പോഴാണ് ഇപ്പോൾ കൺവെൻഷൻ നമ്മൾ നേരത്തെ തന്നെ നടത്തുന്നത്. ഒരു 5-6 ദിവസം കൊണ്ട് മണ്ഡലം കൺവെൻഷൻ, നിയമസഭാ മണ്ഡലം കൺവെൻഷനുകളും പൂർത്തീകരിക്കും. അതോടുകൂടി ഒരു നല്ല ഫുൾ സ്വിംഗിലേക്ക് നമ്മുടെ പാർട്ടി പ്രവർത്തകർ, ഇടതുപക്ഷ മുന്നണിയുടെ പാർട്ടി പ്രവർത്തകർ നല്ല ഒരു നിലയിലേക്ക് ഫീൽഡിലേക്ക് പോകും. അത് നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്തി ഈ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. CPM നല്ല അടിസ്ഥാനമുള്ള, നല്ല സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ. കഴിഞ്ഞ തവണ ഒരുപാട് വോട്ടുകൾ നഷ്ടപ്പെട്ടു. അത് തിരിച്ചു കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ആ പ്രതീക്ഷ എത്രത്തോളമാണ്? കഴിഞ്ഞ തവണത്തത് ഒരു കേരളത്തെ ആകെ ബാധിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ശബരിമല ഉണ്ടായിരുന്നു, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിരുന്നു. ഇതെല്ലാം വന്നിട്ട് നമുക്ക് 38,000 വോട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഞങ്ങൾ പരാജയപ്പെടുന്നത്. ആ 38,000 വോട്ട് ഇപ്പോൾ നമുക്ക് തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതല്ല, അതിൽ കൂടുതൽ വോട്ട് നമ്മൾ ഇപ്പോൾ തിരിച്ചുപിടിക്കും. രാഷ്ട്രീയമായിട്ട് നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അത് പിന്നെ എതിർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് ജയിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സിറ്റിംഗ് MP ആണ് UDF സ്ഥാനാർത്ഥി, കേന്ദ്ര സഹമന്ത്രിയാണ് BJP സ്ഥാനാർത്ഥി. എങ്ങനെയാണ് അവരുടെ ഒരു സ്വാധീനത്തേക്ക് മണ്ഡലത്തിലുള്ള വളർച്ചയാണ്? കാരണം സിറ്റിംഗ് MPക്ക് ആ പറയുന്ന യാതൊരു സ്വാധീനവും ഇല്ല. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ജയിച്ചു പോയി. പിന്നെ അദ്ദേഹം വരുന്നത് ഇപ്പോഴാണ്. ജനങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലോ അവരുടെ സുഖദുഃഖങ്ങളിലോ ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ മണ്ഡലത്തിലെ ആളുകൾ അനുഭവിച്ചിട്ടില്ല. അത് വസ്തുതയാണ്. മറ്റൊരാൾ കേന്ദ്രമന്ത്രിയാണ്. ആ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ പ്രളയം വന്നു, നിപ്പ വന്നു, ധാരാളം പ്രശ്നങ്ങൾ വന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം കേന്ദ്രത്തിന്റേതായ സഹായം എന്താണ് നമുക്ക് ലഭിച്ചത്? അരി തന്നു. നമുക്ക് അത്യാവശ്യം നമുക്ക് ആ പ്രളയകാലത്ത് കുറച്ച് അരി തന്നു. അരിയുടെ മുഴുവൻ പൈസയും വാങ്ങിച്ചു. അങ്ങനെ ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിലെ ഒരു മന്ത്രി, അദ്ദേഹത്തിന് എന്തു പറയാൻ പറ്റും? ഞാൻ കേരളത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ആ 2 സ്ഥാനാർത്ഥികളെയും സംബന്ധിച്ച് ജനങ്ങൾ നന്നായിട്ട് വിലയിരുത്തിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക. അടൂർ പ്രകാശ് പറഞ്ഞത് ഈഴവനെന്ന് പറയുന്നത് അഭിമാനിക്കുന്നു. ജോയി ഒരിടത്തെ ഈഴവനെന്നും മറ്റ് കാട്ടാക്കടയ്ക്ക് എത്തുമ്പോൾ CSI എന്നും പറഞ്ഞ് വോട്ട് പിടിക്കുന്നു. എന്താണ് അതിലെ അത്ര ആരോപണത്തിനുള്ള മറുപടി? എന്താണ്? ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജാതി പറഞ്ഞ് വോട്ട് പിടിച്ച് ജയിച്ചിട്ടുള്ള ആളല്ല. പിന്നെ ഇന്നത്തെ കാലത്ത് ആര് ഏത് ജാതിയാണെന്ന് ആരുടെങ്കിലും പറഞ്ഞു കൊടുക്കണോ? അസംബന്ധം. അതായത് പുള്ളി അഡ്വാൻസ് ആയിട്ട് ഇപ്പോ ബെയിലെടുക്കുകയാണ്. ആദ്യം പറഞ്ഞു ഇവിടെ 1.5 ലക്ഷം വോട്ട് കള്ളവോട്ടുണ്ടെന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഇപ്പോഴത്തെ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് അത്യാധുനിക സംവിധാനമുള്ള വോട്ടർ പട്ടികയാണ്. ഫേസ് ഡിറ്റക്ഷൻ പോലും കൃത്യമായി നടത്താൻ പറ്റുന്നതാണ്. അതുകൊണ്ട് കള്ളവോട്ടില്ല, അത് പൊളിഞ്ഞു. അപ്പൊ ഇപ്പൊ ജാതി കാർഡ് ഇറക്കി കളിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ആ ജാതി കാർഡൊന്നും ഒരിക്കലും വില പോകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ആർക്കാണ് അറിഞ്ഞൂടാത്ത ആരുടെ ജാതി? പിന്നെ അതിന്റെ പേരിൽ ഒരു കള്ളം പറയാൻ പറ്റും? ആരുടെങ്കിലും പോയി കള്ളം പറയാൻ പറ്റും? എല്ലാവരും വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ, പത്രമാധ്യമങ്ങൾ വായിക്കുന്നവരല്ലേ. അപ്പൊ അതുകൊണ്ട് ആ പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു തന്ത്രം മാത്രമാണ്. ശ്രീനാരായണ ഗുരുവിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു നാട് കൂടിയാണ്, മണ്ഡലം കൂടിയാണ്. അവിടെ ഒരു ജാതി പറഞ്ഞ് വോട്ടുകൂടി എത്രത്തോളം ആശ്വാസമാണ്? അതെ, അത് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് വളരെ നെഗറ്റീവായിട്ട് അദ്ദേഹത്തിന്റെ ഈ വർത്തമാനം മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വിജയാശംസകൾ. വി ജോയ് പ്രചരണം തുടരുകയാണ്. മുഖ്യമന്ത്രിയാണ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ഏതായാലും അതിശക്തമായ പോരാട്ടത്തിനാണ് ആറ്റിങ്ങൽ